ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം ഹാമിൽട്ടൺ ആണ്. ഹാമിൽട്ടണിലുള്ള വി മാർട്ട് ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂസിലാൻഡിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് നാട്ടിലെ കുറേ സാധനങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇവിടെ വരുമ്പോൾ. പക്ഷേ അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഒരുപാട് ഇന്ത്യൻ കടകളുണ്ട്. ന്യൂസിലാൻഡിന്റെ എല്ലാ ഭാഗത്തും തന്നെ ഒരുപാട് ഇന്ത്യൻ കടകളുണ്ട്. ഇപ്പം നമ്മൾ ചെറിയ ടൗണിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അടുത്തൊരു സിറ്റിയിലേക്ക് പോയിട്ട് വേണം നമുക്ക് ഇന്ത്യൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തായിരുന്നപ്പോഴും നമ്മൾ ഇവിടേക്ക് വന്നിട്ടായിരുന്നു നമ്മളെപ്പോഴും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നത്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ളത് കിവി ഫ്രഷ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കടയിലേക്കായിരുന്നു. അത് നോർത്ത് ഇന്ത്യൻസിന്റെ ആണ്. പക്ഷേ ഇപ്പൊ നമുക്ക് ഇവിടെ സ്വന്തം നമ്മുടെ മലയാളീസിന്റെ കടയുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ മലയാളത്തിൽ എഴുതിയേക്കണ തന്നെ സാധനങ്ങൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ എടുക്കാന്നാണ് ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾ കാലത്ത് ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വി മാർട്ടിൽ പോവാന്ന്. അപ്പോൾ ഞങ്ങൾ കേട്ടത് വെച്ച് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പണ്ട് ഞങ്ങൾ ഇത് തുടങ്ങിയ സമയത്ത് പോയപ്പോ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അധികം സാധനങ്ങൾ ഇല്ല എന്നായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ പോയപ്പോ പറഞ്ഞു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, അതും എല്ലാം മലയാളത്തിൽ എഴുതിയ സാധനങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അടിപൊളിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്ന് അത് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെയും കാണിച്ചു തരാന്നുള്ളത്. അപ്പൊ പോയാലെന്റെ ഏട്ടാ റെഡി ബൂം ബാങ് എന്ന് പറയരുത്, അവൻ ഇടിക്കുന്നത് എപ്പോഴും കണ്ട് അതിന് അഡിക്റ്റ് ആയി. അതുകൊണ്ടാണ് റെഡി എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമുക്കിന്ന് വി മാർട്ടിൽ പോവാം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വി മാർട്ടിലാണ് കേട്ടോ. വി മാർട്ട് മല്ലു മാർട്ട് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് എന്നാണ് അതിന്റെ പേര് തന്നെ. നമ്മുടെ മല്ലൂസ് കോർണർ എന്നുള്ള റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്താട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് പോണത് നമ്മുടെ മലയാളി കടയിലേക്കാട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇന്നുള്ളത് എവിടെയായിരുന്നു? വി മാർട്ടില്. ഇവിടെ ഓണത്തിന്റെ കളക്ഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറെ നമ്മുടെ മുണ്ടുകളൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. പിള്ളേർക്കുള്ള മുണ്ടുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ കുറെ രൂപങ്ങള് കുറെ കണ്ടു. നമ്മള് ടോപ്പോയിൽ ഒരു ഹൗസ് വാമിങ്ങിന് പോയപ്പോ നമ്മൾ കുറെ ഇങ്ങനെ രൂപങ്ങൾ അന്വേഷിച്ചായിരുന്നു, യേശുവിന്റെയും മാതാവിന്റെ ഒക്കെ. പക്ഷെ നമുക്ക് അന്ന് കിട്ടിയില്ല. പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഒരുപാടുണ്ട്. അന്ത്യത്തെ സ്റ്റാച്യൂസുകളുണ്ട്, പല സൈസിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. തിരുക്കുടുംബത്തിന്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. കൃഷ്ണനുണ്ട്, എല്ലാ സാധനങ്ങളുണ്ടല്ലേ. പിന്നെ ഇവിടെ ഈ സൈഡിലെങ്കിൽ ഫുള്ള് ഇവിടെ ജ്യൂസും ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഇതെല്ലാം ഉണ്ട്. കൈപ്പയ്ക്ക വരെ ഉണ്ട്, ഗ്രീൻ പീസ്, പിന്നെ കട്ട് ചെയ്ത മാംഗോ, കൂർക്ക, ചക്ക മറ്റേ ചക്ക ഉണ്ട് കേട്ടോ. മറ്റേ ഇടിയഞ്ചക്ക തന്നെ, വെണ്ടക്കായ, അതുപോലെ തന്നെ സാമ്പാർ മിക്സ് ഉണ്ട്, അതും ഫ്രോസൺ. സാമ്പാർ മിക്സ് ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടമായ സംഭവം എന്നിട്ടെന്നറിയോ, ഇച്ചിരി മടിയുണ്ട് വീട്ടില് ഫുഡ് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോസൺ ഫുഡുണ്ട്, ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതി. ഇവിടെ എന്നിട്ടൊക്കെയാണെന്ന് അറിയോ, പപ്പായ തോരനുണ്ട്, എരിശ്ശേരി ഉണ്ട്, ചീരത്തോരനുണ്ട്, മാമ്പഴക്കറി ഉണ്ട്, ചക്കക്കുരു, ഇത് ഫ്രോസൺ ചക്കക്കുരു. പിന്നെ ഇവിടെ എന്നിട്ടാ ഇത് സ്ലൈസ്ഡ് കോക്കനറ്റ്, പല പൊറോട്ടകൾ തന്നെ പല സൈസ്. പരിപാടിയല്ലതും വെറുതെ ചൂടാക്കി കഴിച്ചാൽ അവിയലുണ്ട്, കൊടപ്പൻ തോരൻ. നമുക്ക് ഇവിടെ ഒന്നും കുഴപ്പം കിട്ടാൻ രക്ഷയില്ല. കൊടപ്പൻ തോരൻ വേണ്ട, നാട്ടിലൊക്കെ കൊടപ്പൻ തോരൻ, കൊടപ്പന്റെ സാധനം ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങണം അല്ലേ. പിന്നെ ഇഡ്ലി, വട, സാമ്പാർ, അതുണ്ടാ. ഇതൊക്കെ മസാല ദോശ വിത്ത് സാമ്പാർ ആൻഡ് ചട്നി ഒക്കെ ഫ്രോസൺ. ഇതൊക്കെ ഇവിടെ ഇടിയപ്പമാണിത്. ബനാന ഇടിയപ്പമാണ്, കപ്പപ്പുഴുക്ക്. അപ്പൊ പിന്നെ മെയിൻ ആയിട്ട് ഫുഡ് ഉണ്ടാക്കണ്ട. ഓരോ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് പലരും മറ്റേ അല്ല ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഫ്രോസൺ സാധനങ്ങൾ കൊണ്ടുവരും. അപ്പൊ ചൂടാക്കും, കഴിക്കും. നമുക്ക് വെറൈറ്റി ഓരോ ദിവസം ഓരോ സാധനങ്ങൾ. അധികം വരില്ല കേട്ടോ, 3.95 ഉള്ളൂ, നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് -18 ഡിഗ്രിയിലാണ് ഇരിക്കണേ.
പിന്നെ ഇവിടെ ദേ കുമ്പളപ്പം, കുമ്പിളപ്പം, പരിപ്പ് വട, ഉഴുന്നുവട, അങ്ങനത്തെ എല്ലാ സ്നാക്സ് ഐറ്റംസും ഇവിടെ. അമ്പോ സവാള വട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു പണ്ട്, എപ്പോഴും വാങ്ങിച്ചു കഴിക്കേണ്ടത്. പിന്നെ ഇവിടെ നോക്കി വെളുത്തുള്ളി, നമ്മുടെ ഇലയിട, ഇവിടെ ദേ കോഴിക്കോട്ട, പപ്സുകള്, നെയ്യപ്പം, ഇല്ലാത്തൊന്നുമില്ല ഇപ്പൊ. അലുവ, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇനി ഇത് കപ്പ, കപ്പ, പിന്നെ ദേ നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം, പഴമാണ് ഇട്ടത്. നമുക്ക് പുഴുങ്ങിയ പഴമാണ്. നമുക്ക് ജസ്റ്റ് മൈക്രോവേവ് വെച്ച് ചൂടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇത് ജ്യൂസിന്റെ സെക്ഷനാണ്. ഇത് മറ്റേ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ മറ്റേ നമ്മൾ പണ്ട് പറയില്ലേ, എന്നിട്ട് ജ്യൂസ് അല്ലല്ലോ, ഇത് നെല്ലിക്ക കാന്താരി. നമ്മൾ ഇവിടെ വയനാട്ടിൽ പോയപ്പോഴോ മൂന്നാർ പോയപ്പോൾ നെല്ലിക്ക കാന്താരി ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി, പഞ്ചസാര ഒന്നും ഇടണ്ട. ഇനി ഇവിടെ ജ്യൂസായിട്ട് പയറ് പരിപ്പ് സാധനമുണ്ട്. ജ്യൂസായിട്ട് വാങ്ങിക്കാം, പാക്കറ്റിലുള്ളത് ആയിട്ട് വാങ്ങിക്കാം. മണ്ണിന്റെ ചട്ടിന്റെ ജന ആ സാധനത്തിൽ കുഞ്ഞുരുളിക്കോ? കുട്ടി ഉരുളി പൈസ ആയിരിക്കില്ല, പക്ഷെ നമുക്ക് വെക്കാൻ പറ്റില്ല. ഇതിന് ഈ സാധനമുള്ള കാരണം നമുക്ക് ഗ്യാസ് വെക്കാൻ പറ്റും. കാടമുട്ട വേണോ? ഇടിക്കുന്ന സാധനം, നമ്മുടെ ഇടിക്കുന്ന സാധനം കേട്ടു ആണി അടിച്ച് പൊട്ടിച്ചു. കാടമുട്ട എല്ലാം ഉണ്ടല്ലോ ഇതിന്. വെള്ളമുട്ട ഉണ്ട്, ചുമപ്പമുട്ട, കത്തി ഉണ്ട്. കത്തി കത്തി കണ്ടു. മീൻ വേണോ? റോസൻ എന്തൊക്കെ വീണെന്നറിയോ? നെയ്മീൻ ഉണ്ട്, ആവോലി ഉണ്ട്, നെയ്മീൻ, ആവോലി, ഇവിടെ നെയ്മീൻ, നഗറ്റ്സ് ഉണ്ട്, പിലോപ്പി ഉണ്ട്, ചാള, അയില, ഓലപ്പടവൻ, ഓലപ്പടവൻ, ചൂര, പിന്നെ മത്തി, നത്തോലി, കരിമീൻ. മീനുകൾ എല്ലാ സാധനങ്ങളും പ്രോസൻ ഉണ്ടല്ലേ, ഒന്നും മിസ് ചെയ്യാം. അടുത്ത സെക്ഷൻ പോണേ. ഇവിടെ മൊത്തം പരിപ്പ്, കടല, പിന്നെ നമ്മുടെ സ്പൈസസുകളൊക്കെ നമുക്ക് ഇങ്ങനെ കുഞ്ഞ് ഒരു കവർ വെച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് വെക്കാം. പിന്നെ ഈ സ്ഥലത്ത് ഒരു സാധനം കാണിച്ചിട്ടേ, കൊണ്ടാട്ടം. അതുപോലെ ഞാൻ എവിടെയോ ഇത് എന്നിട്ട് പറയാ പരിപ്പൊക്കെ കൊണ്ടാട്ടം ഉണക്കിയത്. ചുരുക്കി പറഞ്ഞ അവിടെ എല്ലാ സാധനവും കിട്ടും. ഇവിടെ മൊത്തം നമ്മുടെ കറുമുറു സാധനങ്ങള്, മിച്ചറ്, കപ്പലണ്ടി, കപ്പ വറുത്തത്, പിന്നെ ഇത് മറ്റേ കടലമിഠായി, എല്ലാം മലയാളത്തിൽ എഴുതിച്ചാണ് കടലമിഠായി. ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാ അച്ചാർ, കിച്ചൺ ട്രഷേഴ്സിന്റെ അച്ചാറുണ്ട്, നിറപറയുടെ അച്ചാറുണ്ട്, വില്ലേജിന്റെ അച്ചാറുണ്ട്, പിന്നെ അവിടെ മറ്റേ അമ്മമ്മയുടെ അച്ചാറും കണ്ടുട്ടോ. അമ്മമ്മയുടെ അച്ചാർ, മാങ്ങച്ചാറുണ്ട്, അമ്മമ്മയുടെ നാരങ്ങച്ചാറുണ്ട്. ഇതിന് 8.99 350 ഗ്രാം. കിച്ചൺ ട്രഷേഴ്സ്, പിന്നെ പവിഴത്തിന്റെ ഉണ്ട്, ബ്രാഹ്മിൻസിന്റെ ഉണ്ട്, ടേസ്റ്റി നിബിൾസിന്റെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടാത്ത ചില സാധനങ്ങൾ ചിലപ്പോ എന്റെ കൂടെ എല്ലാം ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞത് മിൽക്ക്, പിന്നെ അരി എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. പുട്ടുപൊടി, കിട്ടുപൊടി, കംപ്ലീറ്റ് സാധനം ഉണ്ട്. ഇതെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാറാസിന്റെ ഒക്കെ ചിക്കൻ മസാല, ചിക്കൻ കറി, ഇതെന്താ ചിക്കൻ കറി പേസ്റ്റ്, ഇതിന്റെ എല്ലാത്തിന്റെയും ഗ്രേവി ആയിരിക്കും ഇത്. അപ്പൊ നമ്മള് ഈ ഗ്രേവി ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ചിക്കൻ്റെ ആണെങ്കിൽ ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഇട്ടാൽ മതി. എല്ലാം അതിനകത്തുണ്ടോ, മിക്സ് ആണ്. ചിക്കൻ മാത്രം മതി. ഇവിടുത്തെ അവിയലിന്റെ കൂട്ട്, സാമ്പാറിന്റെ കൂട്ട്, ഇതെന്താ മാംഗോ കറി, പ്രോൺസ് മാംഗോ കറി, ഇത് ജസ്റ്റ് ഇട്ടിട്ട് റെഡി ടു ഈറ്റ് ആണ്. ചൂടാക്കിയാൽ മതി. പണി അറിയത്തില്ല. ഭയങ്കര സുഖമാണ് അല്ലേ? അപ്പൊ എനിക്ക് വേണ്ടല്ലോ, പാലട മിക്സ് എടുത്തല്ലോ ഓണത്തിന്. അപ്പൊ മെയിൻ അട്രാക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിമാർട്ടിനകത്താണെങ്കിൽ തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ, അതായത് നമ്മുടെ മലയാളി സാധനങ്ങളെല്ലാം കിട്ടും. ഒപ്പം തന്നെ ഇവിടെ നിന്ന് നമുക്ക് ന്യൂസിലാൻഡ്, ഓൾ ഓവർ ന്യൂസിലാൻഡ് നമുക്ക് എന്തെങ്കിലും കൊറിയർ അയക്കണമെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ എല്ലാ കവറുകളും, അതിനയക്കാനുള്ള ന്യൂസിലാൻഡ് പോസ്റ്റിൻ്റെ എല്ലാ കവറുകളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അതിൻ്റെ എല്ലാ കവറുകളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പിന്നീട് ഗൃഹലക്ഷ്മി, നാട്ടിലത്തെ വായന, ഗൃഹലക്ഷ്മി ഉണ്ട്, പിള്ളേർക്ക് വായിക്കാനുള്ള ബുക്കുകൾ എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്നിട്ട് വേണത്, നമ്മൾ വാങ്ങിക്കാൻ പോണത് നല്ല കട്ട് ചെയ്ത് വെച്ചാൽ നെയ്മീൻ. നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇതിന് 25.49. പക്ഷേ
ഏകദേശം 1 കിലോന്റെ അടുത്തുണ്ട് കേട്ടോ. അതും നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് 1 വെച്ചേക്കണം. കിലോന്റെ അടുത്ത്. അപ്പൊ നാട്ടിൽ എത്ര 25 റോള്? അമ്മേ കണക്ക് 1250, 1500 രൂപ. അന്നേരം കുഴപ്പമില്ല. കുഴപ്പമില്ല. പക്ഷെ നല്ല കട്ട് ചെയ്ത് നമുക്ക് പണിയൊന്നുമില്ല. നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ മീനുകളുണ്ട്. കൊഴുവയും കൂടി എടുക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടല്ലോ. കൊഴുവ നല്ല വറുത്തോട്ട് പുള്ളിക്ക് അടിപൊളി ഇഷ്ടമായിരിക്കും. അതിനെത്രയാ? മാക്രൽ മറ്റേ ഈ ചാളക്ക് 13.49 ഉള്ളൂ കേട്ടോ. ഇത് വേറെ മീനൂടെ ഇവിടെ ഏതാ? ഓലപ്പളാ. അത് ഓലക്കുടിയൻ അല്ലേ? നല്ല മീന. ചൂരയൊക്കെ നല്ല കഷ്ണമായിട്ട് വെച്ചേക്കണല്ലേ? കഷ്ണം പോലെ ഇരിക്കുന്നല്ലേ? കരിമീനുണ്ട് കരിമീൻ. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി ഓഫ് വിളക്കുകളുണ്ട്. ഏറ്റവും വലിയ വിളക്കിന് $90 ആവുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈശോയുടെ രൂപങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് വി-മാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. ഞങ്ങള് വാങ്ങിച്ചത് അരി, പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല നെയ്മീൻ, പിന്നെ എന്നിട്ടായിരുന്നു മറ്റേ മുട്ട മിഠായി, അതിന് എന്നിട്ട് പൈനാപ്പിൾ, അങ്ങനെ വേറെ എന്തോ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് മുട്ട മിഠായി കേട്ടോ. നമ്മുടെ നാട്ടില് പള്ളിയിലൊക്കെ പെരുന്നാളിനൊക്കെ നേർച്ച കൊടുക്കുന്ന ഒരു സംഭവം. എനിക്ക് എന്റെ അമ്മമ്മ വരുമ്പോ കൊണ്ടിരുന്ന സാധനം ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. നല്ല രസം തിന്നാനായിട്ട്, പിള്ളേർക്കൊക്കെ അടിപൊളി ഇഷ്ടമായിട്ടത്. അപ്പൊ അത് വാങ്ങിച്ചു. പിന്നെ എന്നിട്ട് നമ്മൾ വാങ്ങിച്ചേ മുട്ട വാങ്ങിച്ചു. അങ്ങനെ അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതുപോലെ ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു അതിന് എന്താ എടുത്തോ കുഴപ്പമില്ല. അപ്പൊ വേഗം പാട്ട് വരെ നിർത്തി തന്നു കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് അധികം എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരൻ വേഗം അത് നിർത്തി തന്നു. എന്നിട്ട് ഞങ്ങള് വീഡിയോസ് എടുത്തു. എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ട് സൗണ്ട് ചിലപ്പോ കുറവായിരിക്കും. എനിക്കങ്ങനെ നടന്ന നമുക്കിങ്ങനെ അയ്യോ ഇംഗ്ലീഷുകാരെ മലയാളി ആയതുകൊണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ പൊളിച്ച് സംസാരിച്ച് തകർത്തേനെ. ഈ വർത്താനവും സൗണ്ടൊന്നും അവിടെ കേൾക്കില്ല. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ നമുക്ക്. എന്നിട്ട് പറയാ, ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കറി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും നമുക്കൊരു വയ്യായ്ക ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാനൊന്ന് സപ്പോസ് നാട്ടിൽ പോയി നിന്നിരിക്കും. നിൻ്റെ ഏട്ടൻ ഇവിടെ ഓഫ് കോഴ്സ് നിൻ്റെ ഏട്ടൻ എല്ലാ ഫുഡും വെക്കാൻ അറിയാം. നിൻ്റെ ഏട്ടൻ എന്നെക്കാളും അടിപൊളിയായിട്ട് ഫുഡൊക്കെ വെക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ അത് ബാധകമല്ല. അപ്പം ഞാൻ നാട്ടിൽ പോയാലും എൻ്റെ ഏട്ടൻ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. പിന്നെ പിള്ളേരും പിള്ളേരും വലുതാ, അങ്ങനെ ഒരു പ്രശ്നമേ വരാൻ പോകുന്നില്ല. പക്ഷേ വേറൊരു ഫാമിലിയിൽ ഇപ്പം ഹസ്ബൻഡിനെ ഒന്നും വെക്കാൻ അറിയില്ല, പെട്ടെന്ന് വൈഫിന് നാട്ടിൽ പോകേണ്ടി വന്നു. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഫാമിലി മൊത്തം നാട്ടിലേക്ക് പോകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും ടിക്കറ്റ് പൈസയും അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പം എല്ലാവരും ഒറ്റയ്ക്ക് നാട്ടിൽ പോകണ ഒരുപാട് പേരുണ്ട്. അപ്പോ ഫുഡിന്റെ കാര്യത്തില് ഒരു ടെൻഷൻ അടിക്കണ്ട. ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാലോ, കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാൽ മതി. കറികളുടെ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷൻ അടിക്കണ്ട. എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ കറികളും അവിടെ ഉണ്ട്. ഇനി കറികള് അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. അത് മാത്രല്ല എല്ലാത്തിന്റെയും ഗ്രേവി കിട്ടും. ഇപ്പൊ നമുക്കൊരു ചിക്കൻ വെക്കണമെങ്കിൽ ആ ഗ്രേവി അങ്ങോട്ട് ഇട്ടിട്ട് ചിക്കൻ ഇട്ടാൽ മതി. ഇപ്പൊ നാട്ടിലൊക്കെ പേളിമാണിയുടെ ഒക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ടേസ്റ്റി നേബിൾസിന്റെ. അപ്പൊ ആ സെയിം സംഭവം ഇവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ആദ്യം വിചാരിച്ചത് നാട്ടിലൊക്കെ എന്ത് സുഖമാന്ന്, പക്ഷെ ഇല്ല, നമുക്ക് ഇവിടെയും അതൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ പല ടൈപ്പ് ഓഫ് അച്ചാറ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് അച്ചാറും. അമ്മാമ്മയുടെ അച്ചാർ വരെ ഉണ്ട്. അമ്മാമ്മയുടെ അച്ചാറിനൊക്കെ ഒരു സമയത്ത് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എന്നിട്ടാ അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഒരു ഫ്രണ്ടിൽ നിന്ന് വണ്ടി വന്നപ്പോൾ ഞാൻ നോക്കിയതാട്ടോ. പിന്നെ നമ്മൾ എന്തൊരു വെറൈറ്റി ആയിട്ട് കണ്ടത്, എനിക്ക് വിളക്കുകള്. ഞങ്ങള് മുന്നിടുന്ന സ്ഥലത്ത് നമ്മൾ ഓണമൊക്കെ നടത്തുമ്പോൾ വിളക്കിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു. നമ്മൾ എവിടെന്നെങ്കിലും വരുന്നത്. പക്ഷെ ഇപ്പോൾ $90 ഉള്ളൂ. വലിയതിന്, ഏറ്റവും വലുതിന്. അതിന്റെ പല സൈസുകളുണ്ട്. അതുപോലെ തന്നെ ഒരു വീടൊക്കെ മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് സ്റ്റാച്യൂസുകൾ വേണമെങ്കിൽ അതുണ്ട്, ഫോട്ടോസുകൾ വേണമെങ്കിലുണ്ട്. ദൈവത്തിന്റെ ആണെങ്കിലും ഹിന്ദുസിനാണെങ്കിലും എല്ലാം അവരിങ്ങനെ പറയാനാ. വിഷ്ണുവിന്റെ അല്ല, കൃഷ്ണന്റെ ഉണ്ട്, ഗണപതിയുടെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ആണെങ്കിൽ ഈശോന്റെ ഉണ്ട്, തിരുക്കുടുംബം ഉണ്ട്, മാതാവിന്റെ ഉണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് എന്ത് വേണം, ഡ്രസ്സ് വരെ ഓണത്തിന് നമുക്ക്. അപ്പൊ അവര് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഓണത്തിന് വേറെ കളക്ഷൻസ് വരുന്നുണ്ടെന്നാണ്.
അപ്പം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെന്നപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാ സാധനങ്ങളും. അപ്പൊ അവര് പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോ നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഏകദേശം 3 മാസം എടുക്കും കണ്ടെയ്നറിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് തന്നെ 3 ഗോഡൌൺ ഉണ്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തേക്കണത്. അപ്പം ഇവിടെ ഷോപ്പിന് അത്രയും എന്താ പറയാ, അത്രയും അങ്ങോട്ട് വലിയ ഷോപ്പല്ല, പക്ഷെ എന്നിരുന്നാലും ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഷോപ്പ് കാണുമ്പോ ചെറുതായിട്ട് തോന്നും, പക്ഷെ എല്ലാ സാധനം കറക്റ്റ് 2 സൈഡില് കറക്റ്റ് ഫില്ലാക്കിട്ട് വെച്ചേക്ക. ഒരു സ്പേസ് പോലെ അവര് വെറുതെ കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവർ പറഞ്ഞു കഴിയണ സാധനങ്ങൾ അപ്പൊ അവർ വന്ന് വീണ്ടും സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കും. മീനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ വന്ന് മീനൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ. അപ്പോ ഇന്ന് പോയിട്ട് ഞങ്ങള് നല്ല സന്തോഷമായി. ഇനി എനിക്ക് തോന്നണില്ല നിന്റെ ഏട്ടൻ വേറെ കടകളിൽ പോയി വാങ്ങിക്കുന്നു. നമ്മുടെ തന്നെ കടയുണ്ട്, അതും നമ്മുടെ സാധനങ്ങൾ കിട്ടുമെന്നറിയുമ്പോഴ് നമുക്ക് ഭയങ്കര സന്തോഷല്ലേ. എനിക്ക് മെയിനായിട്ട് മീനോണ്ട് ബിരിയാണി ഉണ്ടാക്കാം. നെയ്മീൻ എത്ര നാളായി കഴിച്ചിരുന്നറിയ, ബേറെന്നുള്ളപ്പോഴാണ് നെയ്മീൻ കിട്ടാറുണ്ട്, പക്ഷെ ബേറെന്നാണെങ്കിൽ സുലഭല്ലേ മീൻ, ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമായിരുന്നു. അതുപോലെ എനിക്ക് ആ തോരനുകളൊക്കെ കണ്ടിട്ട്, കൊടപ്പൻ തോരനൊക്കെ അതെനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മള് നാട്ടിൽ പോകുമ്പോഴാണ്, വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇഷ്ടംപോലെ നമ്മള് പൈസ കൊടുത്ത് വാങ്ങണം. പക്ഷെ കൊടപ്പൻ എന്റെ വീട്ടിൽ മമ്മി എപ്പോഴും വെക്കാറുണ്ട്. അപ്പൊ കൊടപ്പനൊക്കെ നാട്ടില്, കൊടപ്പനും പയറൊക്കെ വെച്ചിട്ട് നമ്മള് നാട്ടിലല്ലേ കഴിക്കണേ. പക്ഷെ അതൊക്കെ ഇവിടെ കണ്ടപ്പോഴേ കൊപ്പര. അപ്പോ അതൊക്കെ നമുക്ക് എന്നിട്ട് പറയാ ഭയങ്കര സന്തോഷല്ലേ. നമുക്ക് അതൊക്കെ ഇങ്ങനെ കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ നാടെത്തിയോ എന്നൊരു ഫീല് തോന്നുന്നു. അപ്പൊ അത്ര അടിപൊളിയായിരുന്നു. സംഭവം അതാണ് പ്രശ്നം. നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കില് പിന്നെ അധികം വിലയൊന്നും തോന്നിയില്ലല്ലോ. $3 ആ മിക്സിനൊക്കെ. അപ്പം കത്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അതാണ് ഇപ്പൊ എന്റെ ഏട്ടൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം വേണം. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈയൊന്നും അടച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു പോകും. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്രയും എന്നിട്ട് പറയാ നമുക്ക് വയറ് നിറച്ച് നമുക്ക് തിന്നണം എന്നൊരു കൺസെപ്റ്റ് ആയിട്ട് പോകരുത്. നമുക്ക് കുറച്ച് കഴിക്കാം. വലിയ കാലത്ത് ഇപ്പം ഇന്നൊരു കൊടപ്പൻ തോരൻ വാങ്ങിച്ചാൽ നാളെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചാൽ അങ്ങനെ വെറൈറ്റി ആക്കി നമ്മൾ തന്നെ നമ്മളൊന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ. പക്ഷെ നമുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കട അവിടെ ഉള്ളത്. അപ്പോൾ ന്യൂസിലാൻഡിലുള്ളവര് പ്രത്യേകിച്ചും ഈ ഒരു വൈക്കാട്ടോ റീജിയനിലുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അടിപൊളി സ്ഥലമാണ് വി മാർട്ട്. അത് ഇതൊരു പ്രൊമോഷനോ സംഭവങ്ങളോ ഒന്നും അല്ല. ഞങ്ങൾക്ക് പോയപ്പോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഫാമിലിയും ആഗ്രഹിക്കുന്ന പോലെ ഒരുവിധം നമുക്ക് ഒരു മലയാളി ഫാമിലി ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരുവിധം എല്ലാ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണേക്കാളും കൂടുതൽ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മനസ്സ് സന്തോഷമായി. നമ്മുടെ നാട്ടിലൊക്കെ പോയി കുറെ സാധനങ്ങൾക്ക് ഞാൻ അവിടെ പറയുമ്പോ തന്നെ അങ്ങനെ അതെ നിന്നോട് പറയില്ല മറ്റേ ചക്ക കുഞ്ഞി ചക്ക എന്നിട്ട് പറയാ കടച്ചക്കല്ല ഇടിയൻ ചക്ക. അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോ നമുക്കൊരു സന്തോഷില്ലേ. കയറ്റി അയക്കല് എനിക്ക് നാട്ടിലൊന്നും ഇല്ലേ, എല്ലാം ഇങ്ങോട്ട് കയറ്റി അയക്കണം. അല്ലെങ്കിൽ നല്ല സാധനങ്ങളൊക്കെ പുറത്തേക്കല്ലേ കയറ്റി അയക്കുന്നത്. ഇവിടെ ന്യൂസിലാൻഡിന് ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ പുറത്തേക്ക് പ്രോൺസും ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ പുറത്തേക്കാണ്. എല്ലാ സാധനങ്ങളും ഒരു ഇത് അങ്ങനെയാ. അതുപോലെ ബീഫ് എന്ത് സാധനം ആയിക്കോട്ടെ. പക്ഷെ പറയാതിരിക്കാം, മനസ്സിന് ഭയങ്കര സന്തോഷമായി. ശരിക്കും നമ്മള് നാട്ടിലൊക്കെ പോയൊരു ഫീല് കിട്ടിയില്ലേ. നല്ല സന്തോഷം അതെന്റെ മുഖത്ത് കാണാന്ന് തോന്നുന്നു. അപ്പോ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.